ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പ്രതാപ് വർമ്മ രാജുവിനെ വിളിക്കുന്നതാണ്. നാളെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ചെയ്തു വെച്ചേക്കാമെന്നും കൃത്യസമയത്ത് രാജു ഇങ്ങോട്ടേക്ക് എത്തിയാൽ മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് വർമ്മ കോള് കട്ട് ചെയ്യുന്നു. അതേസമയം നാട് വിട്ടാലോ എന്നുള്ള ആലോചനയിലാണ് രാജു. തുടർന്ന് രാജു അകത്തേക്ക് ചെല്ലുമ്പോൾ രാജുവിന്റെ കയ്യിൽ ഒരു ഉമ്മ കൊടുത്തതിന് ശേഷം നാളെ നമ്മൾ ഒന്നാകുമെന്ന് പറഞ്ഞ് രമ്യയും രമ്യയുടെ അമ്മയും അവിടെ നിന്ന് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് രമ്യയും ഋതികയും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതാണ്. കൊച്ചമണി രമ്യയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഒരു രാജകുമാരിയെ പോലെയുണ്ട് മോളെ കാണാനായിട്ട്. തുടർന്ന് ഒരുങ്ങുന്നതിന്റെ ഇടയ്ക്ക് ഋതിക രാജുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും രാജുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇത് കേൾക്കുന്ന ഋതിക ടെൻഷനോടെ യാമിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ചെറിയമ്മേ, രാജുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയാണ്. ശേഖറിനോട് പ്രതാപൻ ചോദിക്കുകയാണ്, രാജുവിനെ വിളിക്കാനായി വണ്ടി അയച്ചോ? അയ്യോ ഇല്ല ചേട്ടാ എന്ന് ശേഖരൻ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി അയക്കാനും സമയമായെന്നും വർമ്മ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ വീട്ടുമുറ്റത്തിരിക്കുന്ന വേണുവിനെയാണ്. അതേസമയം മുഹൂർത്തത്തിന് സമയമായി, ഞാൻ അളിയനെ വിളിക്കാൻ വന്നതാന്ന് പറഞ്ഞുകൊണ്ട് ജയൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അളിയന്റെ ബൈക്കും ഇവിടെ ഇല്ലല്ലോ എന്ന് ജയൻ പറയുമ്പോഴാണ് വേണുവും അത് ശ്രദ്ധിക്കുന്നത്. തുടർന്ന് രണ്ടുപേരും കൂടി ചേർന്ന് അകത്തേക്ക് രാജുവിനെ തപ്പുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ രാജുവിന്റെ മുറിയിൽ ചെല്ലുമ്പോൾ ടേബിളിന്റെ പുറത്തൊരു പേപ്പർ ഇരിക്കുന്നത് കാണുകയാണ്. പേപ്പർ നിവർത്തി വായിച്ചതിന് ശേഷം ജയൻ പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള പ്ലാനിംഗ് ആയിരുന്നല്ലേ എല്ലാം. അളിയൻ നാടുവിട്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ജയൻ. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന രാധമ്മയോട് ജയൻ പറയുകയാണ്, അളിയൻ നാടുവിട്ടമ്മേ. തുടർന്ന് രാജു നാടുവിട്ട കാര്യം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രാധമ്മയും വേണുവിനെയുമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രമ്യയുടെ വീടാണ്. രമ്യയുടെ ഒരുക്കത്തെക്കുറിച്ചെല്ലാം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് രുക്മിണിയും ശ്രീലക്ഷ്മിയും പ്രിയയും ചേർന്ന്. അതേസമയം രാജു എഴുതി വെച്ച കത്തുമായി ജയൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. രാധമ്മയും രാജുവുമൊക്കെ എവിടെ ജയ എന്ന് കൊച്ചമ്മണി ചോദിക്കുമ്പോൾ ജയൻ പറയുകയാണ്, കേൾക്കാനൊട്ടും സുഖമില്ലാത്തൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്താ ചെയ്യട്ടാ എന്ന് രമ്യ ചോദിക്കുമ്പോൾ ജയൻ പറയുകയാണ്, രമ്യെ, ഈ കല്യാണം നടക്കില്ല. എന്തോ നടേ നീ പറയുന്നതെന്ന് കൊച്ചമ്മണി ചോദിക്കുമ്പോൾ ജയൻ പറയുകയാണ്, അമ്മേ, അളിയനൊരു കത്തെഴുതി വെച്ചിട്ട് നാട് വിട്ടുപോയി. ഇത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ ജയൻ ആ കത്ത് രമ്യയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നെ ആരും അന്വേഷിച്ചു വരണ്ടെന്നും ഞാൻ നാട് വിട്ടു പോവുകയാണെന്നും ആയിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. കത്ത് വായിച്ചതിന് ശേഷം പൊട്ടിക്കരയുന്ന രമ്യയാണ് കാണിക്കുന്നത്. അതേസമയം വിഷമത്തോടെ വീട്ടുമുറ്റത്തിരിക്കുകയാണ് വേണു. അപ്പോഴാണ് വർമ്മ അയച്ച കാറ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്താ കാര്യമെന്ന് വേണു ചോദിക്കുമ്പോൾ ചെറുക്കനെയും കൂട്ടരെയും കൊണ്ടുവരാനായി വർമ്മ സാറ് പറഞ്ഞുവിട്ട വണ്ടിയാണെന്ന് ഡ്രൈവർ പറയുന്നു. രാജു വന്നോളും, നിങ്ങൾ പൊയ്ക്കോ, വേറെ കാറ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് വേണു ആ ഡ്രൈവറിനെയും കാറിനെയും പറഞ്ഞു വിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജയൻ രാജുവിനെ അന്വേഷിച്ചു പോകുന്നതാണ്. തുടർന്ന് കൊച്ചമണി ജയന്റെ പിന്നാലെ ചെല്ലുന്നു. എന്നിട്ട് പറയുകയാണ്, എടാ നീ എന്താണെങ്കിലും രാജുവിനെ അന്വേഷിക്കണ്ട. രമ്യയല്ല, ഋതികയാണ് പൊന്മുട്ട ഇടുന്ന താറാവ്. അതുകൊണ്ട് എന്താണെങ്കിലും ഋതികയും രാജുവുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് തന്നെയാ എനിക്കും ഇഷ്ടം. ഈ രമ്യയൊക്കെ വെറും പുതുപ്പണക്കാര് മാത്രമാണ്. അവളെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാനും സാധിക്കില്ല. എന്നാലും അളിയൻ നമുക്കൊക്കെ പണി തന്നിട്ട് മുങ്ങിയല്ലോ അല്ലേ എന്ന് ജയൻ പറയുമ്പോ കൊച്ചമണി പറയുകയാണ്, എടാ അവൻ എവിടെ മുങ്ങിയെന്ന് പറഞ്ഞാലും ആ മന്ത്രി എന്ന് വിളിച്ചാലേ അവൻ മന്ത്രിയുടെ വീട്ടില് പൊങ്ങുക തന്നെ ചെയ്യും. പിന്നീട് കാണിക്കുന്നത് യാമിനെയും ശേഖരനെയുമാണ്. രാജു ഇതുവരെ വരാത്തതിന്റെ ടെൻഷനിൽ നിൽക്കുന്ന രണ്ടുപേരെയുമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ശേഖരൻ അടുത്തേക്ക് ചെല്ലുന്നതാണ്. മുഹൂർത്തത്തിന് സമയമായി, ഏട്ടൻ താഴേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ശേഖരൻ പറയുമ്പോഴാണ് ഋതികയുടെ ഫോണിൽ വേണു വിളിക്കുന്നത്. ആരാ ഈ സമയത്ത് വിളിക്കുന്നതെന്ന് അംബിക ചോദിക്കുമ്പോൾ വേണു അങ്കിളാണെന്ന് പറഞ്ഞുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യുകയാണ് ഋതിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.